ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവി മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു എൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ടെന്ന്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ നീ പറ, അത് ഏത് പെൺകുട്ടിയാണെന്ന്. അതേതാണെങ്കിലും നിൻ്റെ അമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇല്ല മുത്തശ്ശ, അത് അമ്മ സമ്മതിക്കുമെന്ന് തോന്നില്ല. അമ്മയുടെ മനസ്സിലുള്ള പോലൊരു പെൺകുട്ടിയേ അല്ല അവള്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നീ ഇതിനു മുമ്പും പറഞ്ഞതാണല്ലോ, അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന പോലുള്ളൊരു പെൺകുട്ടിയെ അല്ല എന്ന്. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതുമല്ലേ, വെറുതെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട എന്ന്. എന്തായാലും നിന്റെ അമ്മയെ വെറുപ്പിച്ചിട്ട് ഇങ്ങനൊരു വിവാഹം കഴിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനമുണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പം നവീൻ പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, എനിക്ക് ആ പെൺകുട്ടിയെ മറക്കാൻ പറ്റുന്നില്ല. അതുമല്ല, ആ കുട്ടി ആരാണെന്ന് പറഞ്ഞാൽ മുത്തശ്ശനും ഇഷ്ടപ്പെടും. കാരണം ആ പെൺകുട്ടി അതേപോലെ നല്ലൊരു പെൺകുട്ടിയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആഹാ, എങ്കിൽ പറ, എനിക്കറിയാവുന്ന കുട്ടിയാണെങ്കിൽ ഏതാണ്? ആ പെൺകുട്ടിയുടെ കുടുംബമഹിമയൊക്കെ എങ്ങനെയുണ്ട് എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, കുടുംബത്തിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല കുടുംബം തന്നെയാണ്. പക്ഷേ പണത്തിന് ഇത്തിരി കുറവുണ്ടെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം കൊണ്ടും ഒരു കുഴപ്പമില്ലാത്ത കുടുംബമാണ്. എന്തുകൊണ്ടും നല്ലൊരു പെൺകുട്ടിയാണ് എന്നിങ്ങനെ നവീൻ പറയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താടാ, നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് അറിയുന്ന പെൺകുട്ടിയാണല്ലോ നിന്റെ വർത്താനം കേട്ടിട്ട്. അതെ മുത്തശ്ശ, നല്ല പരിചയമുള്ള പെൺകുട്ടിയാണ്, മുത്തശ്ശനും നന്നായിട്ട് അറിയാം. മുത്തശ്ശൻ്റെ കൂട്ടുകാരനല്ലേ അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി കൂടിയാണ്. ആ മുത്തശ്ശനാണെങ്കിൽ അവള് കൊച്ചുമോളെ പോലെയാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു പെൺകുട്ടിയായിരിക്കുമല്ലോ. എങ്കിൽ മാത്രമേ മൂർത്തി അങ്ങനെയുള്ള പെൺകുട്ടികളെയൊക്കെ കാണുകയുള്ളൂ എന്നൊക്കെ ഈ മുത്തശ്ശനും പറയുന്നുണ്ട്. അത്രയും നല്ല കുട്ടിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നിങ്ങനെ പറയുന്നത്? അത് പിന്നെ മുത്തശ്ശ, അതൊരു പോലീസുകാരിയാണ്, ഇച്ചിരി തൻ്റെയോടുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് അവളെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നത്. പക്ഷെ അവള് നല്ലൊരു പെൺകുട്ടിയാണ് മുത്തശ്ശ. എന്തായാലും പെൺകുട്ടി ഏതാണെന്ന് നീ പറ, നിന്റെ അമ്മയോട് പറയുന്ന കാര്യം ഞാൻ ഏറ്റു. അനന്തപുരിക്കാരുമൊക്കെ ആയിട്ട് ബന്ധമുള്ള കുട്ടിയല്ലേ, അപ്പോൾ ആലോചന മോശമാകാൻ സാധ്യതയില്ല, നല്ല കുട്ടി തന്നെയായിരിക്കും. എന്തായാലും ആളാരാണെന്ന് നീ പറ. അത് പിന്നെ മുത്തശ്ശ, അത് വേറെ ആരുമില്ല, നമ്മുടെ നന്ദുവാണ്, SI നന്ദന. ഇത് കേൾക്കുന്ന മുത്തശ്ശൻ ഞെട്ടിപ്പോവാണ്. എന്ത്, നന്ദുവോ? നന്ദു SI അല്ലേ? അവളെപ്പോലൊരു പെൺകുട്ടിയെ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വിട്, മുത്തശ്ശന് നന്ദുവിനെ അറിയാവുന്നതല്ലേ, അവളുമായിട്ട് മുത്തശ്ശൻ സംസാരിച്ചിട്ടുള്ളതല്ലേ, അവളുടെ സ്വഭാവം എങ്ങനെയുണ്ട്? അവൾ നല്ലൊരു പെൺകുട്ടിയല്ലേ? മുത്തശ്ശൻ തന്നെ പറ. അവള് നമ്മുടെ കുടുംബത്തിന് ചേരുന്ന പെൺകുട്ടിയല്ലേ? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, അവളെ എനിക്ക് നന്നായിട്ടറിയാം, ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുമുണ്ട്. നല്ല സ്വഭാവമാണ്, നമ്മുടെ കുടുംബത്തിന് ചേരുന്ന പെൺകുട്ടിയുമാണ്. പക്ഷേ നിന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടണ്ടേ? ഇത്രയെല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ടും അമ്മ എന്തിനാ മുത്തശ്ശി എങ്ങനെ എതിർക്കുന്നത്? മാത്രമല്ല, കുറേ നാളായി അവൾ എൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ട്, എന്നാൽ ഇതുവരെ ഞാനത് അവളോട് പോലും പറഞ്ഞിട്ടില്ല. ആഹാ, നീ ഇതുവരെ നന്ദുവിനോട് പോലും പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്ത് പ്രേമാണെന്നും പറഞ്ഞാണ് നീ നടക്കുന്നത്? അവക്ക് കൂടെ ഇഷ്ടമാണോന്ന് അറിയണ്ടേ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പോൾ നവീൻ പറയുകയാണ്, അവക്കിഷ്ടമാണ്, അത് ഞാൻ ഒരാളെ കൊണ്ട് ചോദിപ്പിച്ചിട്ടുണ്ട്. അനിയെ കൊണ്ടാണ് ഞാൻ ചോദിപ്പിച്ചത്. അനിയും നന്ദുവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാ. അതുകൊണ്ട് തന്നെ അനി പറയുന്നത് നന്ദുവിന് എന്നെ ഇഷ്ടമായിരിക്കുന്നത് തന്നെയാ. അതുകൊണ്ട് അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ അമ്മ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളോട് നേരിട്ട് പറയാത്തത്. വെറുതെ ഒരു പെൺകുട്ടിക്ക് ആഗ്രഹം കൊടുത്തിട്ട് അവളെ പറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് നന്ദുവിനെ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ അവള് SI ആയതുകൊണ്ടും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന സ്വഭാവമല്ല, ജോലിക്ക് പോവുകയും നല്ല തൻ്റെടത്തോടു കൂടി പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന പെൺകുട്ടി ആയതുകൊണ്ട് നിന്റെ അമ്മ സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു സംശയമുള്ളത്. അതുകൊണ്ടല്ലേ മുത്തശ്ശ ഞാൻ മുത്തശ്ശനോട് പറയുന്നത്, മുത്തശ്ശൻ എങ്ങനെയെങ്കിലും അമ്മയോട് പറഞ്ഞത് സമ്മതിപ്പിക്കണം. അതിനുശേഷം നന്ദുവിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാം. എനിക്ക് എങ്ങനെയെങ്കിലും നന്ദുവിനെ വിവാഹം കഴിക്കണം എന്നിങ്ങനെ മുത്തശ്ശനോട് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശൻ നവീൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. മോളെ, നവീൻ നമ്മളോട് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നോ? നീ അത് ഓർക്കുന്നില്ലേ? അപ്പം നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, എന്നാൽ ആളാരാന്ന് മാത്രം അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല.
എന്നാലും അത് വേണ്ടാന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞനുസരിച്ചാണെങ്കിൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ല, ഇച്ചിരി തൻ്റെയുടെ വാശിയൊക്കെയുള്ള പെൺകുട്ടിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനാണെങ്കിൽ അത് നടക്കില്ല എന്ന് ഞാൻ അവൻ്റെ ഒരിക്കൽ തീർത്ത് പറഞ്ഞതാണ്. മോളെ, നീ അവനെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ടാണ്. നിനക്ക് ആ ഒരു മോനല്ലേ ഉള്ളൂ. ഈ വിവാഹം നടന്നില്ല എങ്കിൽ അവൻ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞിരിക്കും എന്നാണ് അവൻ പറയുന്നത്. അവന് ആ പെൺകുട്ടിയെ അതുപോലെ ഇഷ്ടമായിരുന്നു. അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ മാതാപിതാക്കൾ വേണ്ടി കുറച്ചൊക്കെ ഒതുങ്ങി ക്ഷമിച്ചു കൊടുക്കാൻ. ഒരിക്കലും ഒരാൺകുട്ടിയും നമ്മുടെ ഇഷ്ടത്തിനല്ല വിവാഹം കഴിക്കേണ്ടത്. അവർക്ക് അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ വേണം വിവാഹം കഴിക്കാൻ. അതിനുവേണ്ടിയുള്ള സപ്പോർട്ടുകളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ നവീൻ്റെ അമ്മ പറയാണ്, എന്താ അച്ഛന് അവന് വേണ്ടി വക്കാലത്തുമായിട്ട് വന്നതാണോ? അവൻ ആ പെൺകുട്ടി ഏതാന്ന് അച്ഛനോട് പറഞ്ഞു? ഒരു കാരണവശാലും അവൻ ആ കൊച്ചിനെ ഒഴിവാക്കാൻ പറ്റില്ലെന്ന് വല്ലതും പറഞ്ഞു അച്ഛനോട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അവന് വിവാഹപ്രായമായില്ലേ? അവനിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ അവൻ തന്നെ കണ്ടെത്തി. ആ പെൺകുട്ടിയായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. എന്തുകൊണ്ടും അവൻ കണ്ടെത്തിയ പെൺകുട്ടി നല്ലതാണെന്നാണ് എൻ്റെ തീരുമാനം. അപ്പോൾ ആ പെൺകുട്ടി ഏതാണെന്നും ആരാണെന്നും അച്ഛനോട് അവൻ പറഞ്ഞല്ലേ? ആ, പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരുപാട് പണമുള്ള വീട്ടിലെ പെൺകുട്ടിയൊന്നുമല്ല. നല്ല അടക്കവും ഒതുക്കവുമുള്ള, മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയാവുന്ന നല്ലൊരു പെൺകുട്ടിയാണ്. ആരാ അച്ഛാ പെൺകുട്ടി? അച്ഛൻ പറ എന്നിങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയാണ്, അത് വേറെ ആരുമല്ല, നമ്മുടെ നന്ദുവാണ്, SI നന്ദു. ഇത് കേട്ടതും നവീൻ്റെ അമ്മ പൊട്ടിത്തെറിക്കുകയാണ്. പിന്നെ SI നന്ദു? അവളെപ്പോലൊരു പെണ്ണിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. നന്ദു എന്നല്ല, അവളെപ്പോലെ ഒരു സ്വഭാവമുള്ള ഒരുത്തിയും ഈ വീട്ടിലേക്ക് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ടില്ലേ തലമുടിയൊക്കെ വെട്ടിവെച്ചേക്കുന്നത് ആമ്പിള്ളാരെ പോലെ. SI ആണ് പോലും. അവൾ ചെന്ന് ചാടാത്ത പ്രശ്നങ്ങളില്ല. ആരെയും ഒരു കൂസലില്ലാത്തൊരു നടപ്പ്. എന്തായാലും അവളെ ഈ വീട്ടിലെ മരുമകളാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും അവളെപ്പോലെ ഒരുത്തി എൻ്റെ വീട്ടിലെ മരുമകളാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവന് അവളെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ, അവളെ മറക്കാൻ പറ്റത്തില്ലെങ്കിൽ അവളെ വിവാഹം കഴിച്ച് വേറെ എവിടെയെങ്കിലും പൊക്കോട്ടെ. ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കട്ട തീരുമാനമൊന്നും എടുക്കാതെ. നിനക്കൊരു മോനേ ഉള്ളൂ, അത് നീ ഓർക്കണം. നന്ദുവിന് എന്താ ഒരു കുഴപ്പം? അവൾക്ക് വിദ്യാഭ്യാസമില്ലേ? നല്ല ജോലിയില്ലേ? അവൾ അവളുടെ ജോലി നല്ല തൻ്റെ ഇടത്തോടു കൂടി ചെയ്യുന്നില്ലേ? ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അത്രയെങ്കിലും ധൈര്യം വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. നിന്റെ മകൻ ഒരു വക്കീലല്ലേ? അവനും അതുപോലെ ഒരു പെൺകുട്ടിയെ ആഗ്രഹിച്ചാൽ എന്താ തെറ്റ്? ചുമ്മാ കണ്ട ഉടനെ പ്രേമം തോന്നുന്ന ഒരുത്തനെ അല്ല നമ്മുടെ മോൻ നവീൻ. അവന് ഒരുപാട് അവളെ കണ്ടു, അവളെ മനസ്സിലാക്കി അതിനുശേഷം എടുത്ത തീരുമാനമായിരിക്കും ഇത്. ഇത്രയും നാളും അത് മനസ്സിൽ കൊണ്ടു നടന്ന് നിന്റെ അനുവാദത്തിനായിട്ട് അവൻ കാത്തിരുന്നില്ലേ? അല്ലാതെ ചാടിക്കയറി പറഞ്ഞ പ്രേമമാണെന്നും പറഞ്ഞ് അവളെങ്ങും കൊണ്ടുവരുമൊന്നും ചെയ്തില്ലല്ലോ. അവളുമായിട്ട് ഒളിച്ചോടാമെന്നോ അല്ല പോയി രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നോ എന്നൊന്നും അവൻ തീരുമാനിച്ചില്ലല്ലോ. അമ്മയുടെ സ്വന്തം സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഈ വിവാഹം നടക്കൂ എന്നല്ലേ അവൻ പറഞ്ഞത്. അതുമാത്രമല്ല, അവൻ ഇതുവരെ നേരിട്ട് അവളോട് പറഞ്ഞിട്ട് പോലുമില്ല. നന്ദുവിൻ്റെ വീട്ടുകാരോട് നമ്മളായിട്ട് നേരിട്ട് ചെന്ന് ആലോചിക്കണമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെയൊന്നും തുടങ്ങല്ലേ എന്നിങ്ങനെ പറയുകയാണ് മുത്തശ്ശൻ. അപ്പോൾ നവീൻ്റെ അമ്മ പറയുകയാണ്, അച്ഛൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഞാനിതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ അച്ഛൻ നോക്കിക്കോ, വിവാഹത്തിന് ശേഷം അവൾ ഇവിടെ വന്നു കഴിഞ്ഞാലും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു ജീവിതം അവനുണ്ടാകുകയില്ല. ഞാനും അവളും കൂടെ ചേരുമെന്ന് തോന്നുന്നില്ല. അപ്പോഴും നവീൻ വേറൊരു വീട്ടിലേക്ക് അവളുമായിട്ട് താമസം മാറേണ്ടി വരും. അപ്പം മുത്തശ്ശൻ പറയുകയാണ്, നീയും ഒന്ന് ക്ഷമിക്കണം. നീയും ഇന്നത്തെ കാലത്താ ജീവിക്കുന്നതെന്നുള്ളൊരു ബോധം നിനക്ക് വേണം. നിന്റെ ഇഷ്ടം മാത്രം നടക്കണമെന്ന് തീരുമാനിച്ചാൽ അത് ശരിയാവില്ല. നവീനും പ്രായപൂർത്തിയായ ഒരു പുരുഷനല്ലേ, അവനും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ. ഇനിയിപ്പോൾ നന്ദു ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷം ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാൽ ഈ വീട്ടിൽ താമസിക്കാൻ അവളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അവർ വേറെ താമസിച്ചോട്ടെ. അല്ലെങ്കിൽ അപ്പോൾ അവർക്ക് എന്താണോ ഉചിതമായ തീരുമാനമെന്ന് തോന്നുന്നത് അതവരെടുത്തോട്ടെ. അല്ലാതെ നമ്മളെപ്പോലെ പ്രായമായവർ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇനിയും അവരുടെ സന്തോഷവും സമാധാനം ഇല്ലാതാക്കരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ്റെ തീരുമാനം ഇതായില്ലേ? ഞാൻ ഇതുവരെയും അച്ഛൻ്റെ ഒരു തീരുമാനത്തിനും എതിര് നിന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി ഈ കാര്യത്തിലും ഞാൻ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ അവൻ്റെ സന്തോഷം ഇല്ലാതാകണ്ട. ഞാൻ സമ്മതിച്ചേക്കാം. പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അവളുടെ വീട്ടുകാരും ഈ വിവാഹത്തിന് സമ്മതിക്കണം. അതുപോലെ ഇവിടെ വന്നാൽ അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കാൻ വേണം.
അത് പിന്നെ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ നിന്നോളും. അതൊക്കെ വിവാഹത്തിന് ശേഷമുള്ള കാര്യമല്ലേ. വിവാഹം കഴിക്കാൻ വേണ്ടി നീ അവളെ ഒന്ന് സമ്മതിപ്പിച്ചാൽ മാത്രം മതി എന്നിങ്ങനെ മുത്തശ്ശൻ പറയാണ്. അപ്പോൾ നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, എങ്കിൽ അധികം താമസിയാതെ തന്നെ കനകയുടെ ഗോവിന്ദൻ്റെ അരികെ പോയി ഈ കാര്യത്തെപ്പറ്റി നമുക്ക് സംസാരിക്കണം. അങ്ങനെ വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ. അല്ലാതെ കുട്ടികളായിട്ട് ഒരു തീരുമാനം മാത്രം എടുത്തിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയാണ്. നവീൻ്റെ അമ്മയും പറയുന്നുണ്ട്, അത് ശരിയാണ്. നമ്മൾ അവിടെ പോയി പെണ്ണ് ചോദിക്കുക തന്നെ വേണം. എല്ലാ ചടങ്ങുകളും അതിൻ്റേതായ രീതിക്ക് തന്നെ നടക്കണം. അതാണ് എൻ്റെ തീരുമാനം. എനിക്കിഷ്ടവും അതാണ്. അല്ലാതെ അവർ പിള്ളേർ തമ്മിൽ തീരുമാനിച്ചിട്ട് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ല. എന്തായാലും അമ്മ സമ്മതിച്ച സ്ഥിതിക്ക് അമ്മയും മുത്തശ്ശനും കൂടെ നന്ദുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അരികെ പോയി സംസാരിക്കണം. അതുപോലെ മൂർത്തി മുത്തശ്ശനോടും നയനോടും ആദർശനോടും ഒക്കെ ഇക്കാര്യത്തെപ്പറ്റി പറയണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി വരുന്നതനുസരിച്ച് നവീന് വളരെ സന്തോഷമാണ്. നവീൻ അനിയെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഡാ അമ്മ നന്ദുവായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ട്. ഇനിയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ നോക്കിക്കൊള്ളാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അനിയാകെ തകർന്നു പോകുന്നുണ്ട്. കാരണം അനി ഇതുവരെ നന്ദുവിനോട് പോലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ട് കൂടിയില്ല. ഇതൊക്കെ അറിഞ്ഞ നന്ദു എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ അനി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, എന്തായാലും നന്ദു എന്നെ ഇഷ്ടമില്ല എന്ന് ഒരിക്കലും പറയില്ലായിരിക്കും. അധികം താമസിയാതെ തന്നെ അച്ഛനും മുത്തച്ഛനും അമ്മയും കൂടി അങ്ങോട്ടേക്ക് പോകുമെന്നാണ് എന്നോട് വാക്ക് തന്നിരിക്കുന്നത്. അവർ പോയി സംസാരിക്കുമ്പോൾ നന്ദു നോ പറയാതിരുന്നാൽ മാത്രം മതി. ഇതോടെ കേൾക്കുമ്പോഴത്തേനും അനി ആകെ അങ്ങ് തകർന്നു പോവുകയാണ്. അങ്ങനെ അനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അനി നന്ദുവിനെ കാണാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അനി നന്ദുവിനെ കണ്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, എന്താ അനി, എന്താ പറ്റിയത്? നീ എന്തോ വല്ലാതെ ഇരിക്കുന്നേ? ഒന്നുമില്ല നന്ദു. കുറേ ദിവസങ്ങളല്ല കുറേ ആഴ്ചകളായി ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് നിന്നോട് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നന്ദു ചോദിക്കുകയാണ്, എന്താ അനി, എന്താ നിനക്ക് പറയാനുള്ളത്? അത് പിന്നെ നമ്മുടെ നവീനില്ലേ, നവീൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നുള്ള കാര്യം അവൻ മിക്കവാറും പറയാറില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞു നോർക്കുന്നില്ലേ? ഉണ്ട്. അത് ഏത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞോ? അത് വേറെ ആരുമല്ല നന്ദു, നീ തന്നെയാ. അവന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി നീയാണ്. അവനിത് പല പ്രാവശ്യമായി നിന്നോട് പറയാൻ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച കാര്യമാണ്. പക്ഷെ എനിക്കത് നിന്നോട് പറയാൻ പറ്റിയിരുന്നില്ല. നീ എന്നോട് ക്ഷമിക്ക്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ ഇനി നീ പറയുന്നത്? നവീനേട്ടന് എന്നെ ഇഷ്ടമെന്നോ? എന്നിട്ട് ഇതുവരെ നവീനേട്ടൻ എന്നോട് അങ്ങനെ ഒന്ന് സൂചിപ്പിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ. ശരിയാണ്, പക്ഷേ അവനിത് എന്നോട് പറഞ്ഞിരുന്നു. നിന്നോട് പറഞ്ഞ് നിന്റെ തീരുമാനം എന്നാന്ന് അവനെ അറിയിക്കണമെന്ന്. എന്നാൽ ഇത് നിന്നോട് ചോദിക്കാൻ പോലുമുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഇനി അവനെപ്പറ്റി ഞാൻ നിന്നോട് പറയുമ്പോൾ നിനക്ക് അവനോട് വല്ല ഇഷ്ടം തോന്നിയാലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാനത് പറയാറുന്നത്. എന്താണ് നീ പറയുന്നത്? നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ മനസ്സിൽ നീ അല്ലാതെ വേറൊരു പുരുഷനുമില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. പിന്നെ എങ്ങനെയാണ് ഞാൻ നവീനേട്ടനെ ഇഷ്ടപ്പെടുന്നത്? എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് നീ മാത്രമാണെന്ന് പലതവണ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. പിന്നെ ഇതൊക്കെ മനസ്സിലിട്ട് ടെൻഷൻ അടിച്ച് നീ എന്തിനാ ഇങ്ങനെ നടന്നേ? ഇനി നവീനെന്നല്ല ആര് വന്നാലും എൻ്റെ മനസ്സിന് ഒരു മാറ്റവും സംഭവിക്കത്തില്ല എന്നിങ്ങനെ നന്ദു പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇപ്പോൾ പ്രശ്നം അതൊന്നുമല്ല. ഞാൻ നിൻ്റെരിക്കെ പറയാതിരുന്നത് കൊണ്ടായിരിക്കും അവൻ അത് വീട്ടിൽ പറഞ്ഞ് അവൻ്റെ അമ്മയുടെ സമ്മതം മേടിച്ചു. ഇതുവരെ ഇക്കാര്യത്തിന് സമ്മതിക്കാതിരുന്ന അവൻ്റെ അമ്മ ഇപ്പോൾ അതിന് സമ്മതം കൊടുത്തിരിക്കുകയാണ്. അവർ താമസിയാതെ തന്നെ നിൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കും. ഇത്രയും നാളും ഞാൻ കരുതിയത് അവൻ്റെ അമ്മ ഇതിന് സമ്മതിക്കാത്തത് കൊണ്ട് ഈ വിവാഹാലോചന മുന്നോട്ട് വരില്ലെന്നും അത് മുടങ്ങി പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയെന്നൊരു തോന്നൽ. അവർ നേരിട്ട് നിൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചാൽ ഉറപ്പായിട്ടും നിൻ്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കും. കാരണം നവീനെ തെറ്റ് പറയാൻ ഒരു കാരണവും അവരുടെ മുന്നിലില്ല. ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള ഇഷ്ടം നവീനെ അറിയിക്കാമെന്ന് വിചാരിച്ചാൽ എങ്ങനെ സാധിക്കും? ഞാൻ എങ്ങനെ അവനോട് പറയും ഇത്? എൻ്റെ കേസിൽ നിന്ന് അവനാണ് എന്നെ രക്ഷപ്പെടുത്തിയത് പോലും. അതുമാത്രമല്ല, മൂർത്തി മുത്തശ്ശനുമായിട്ട് അവൻ്റെ മുത്തശ്ശനും നല്ല സ്നേഹബന്ധത്തിലാണ്. ആ ഒരു ബന്ധത്തിന് വിടവ് വരാൻ പാടില്ല.
എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാണ് എന്നും പറഞ്ഞ് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അനി. ഇത് കേട്ട് നന്ദവും പറയുന്നുണ്ട്, ദൈവമേ, വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണല്ലോ. ഇനി അവർ നേരിട്ട് വീട്ടിൽ വന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും എൻ്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കും. നേരത്തെ ആ CAയുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കാൻ വേണ്ടിയിട്ട് ആത്മഹത്യാ ഭീഷണി വരെ നടത്തിയതാണ് അവർ. ഇനി ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അവർ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. ഇതിൽ നിന്ന് ഒഴിവാകാൻ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവും കാണുന്നില്ലല്ലോ അനി. നവീൻ പറയുന്നുണ്ട്, നമ്മൾ വല്ലാത്തൊരു ട്രാപ്പിലാണല്ലോ നന്ദു പെട്ടുപോയത്. അപ്പോൾ നന്ദു പറയുകയാണ്, ഇതിവിടം വരെ എത്തിച്ചത് നീയാ. നിനക്ക് നവീനേട്ടൻ ഇത് പറഞ്ഞപ്പോഴേ നിൻ്റെ മനസ്സിൽ ഞാനാണുള്ളതെന്നുള്ള കാര്യം നിനക്ക് പറയാമായിരുന്നു. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള വിവരവും അത് മറച്ചു വെച്ചത് എന്തിനാ? ശരിയാ നന്ദു, തെറ്റെൻ്റെ തന്നെയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എനിക്ക് നവീനോട് പറയാൻ പറ്റിയില്ല. നിനക്കറിയാമല്ലോ അവൻ എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എനിക്കറിയില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നന്ദുവും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നവീൻ്റെ മുത്തശ്ശനും നവീൻ്റെ അമ്മയും കൂടി നന്ദാവനത്തിലെത്തുന്നുണ്ട്. ഗോവിന്ദനും കനകയും അവിടെ ഉണ്ടായിരുന്നു. അവരോട് പറയുന്നുണ്ട്, ഞാൻ നവീൻ്റെ മുത്തശ്ശന്, ഇത് നവീൻ്റെ അമ്മ. ഇവർ ഇതിനു മുമ്പ് അവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് അങ്ങോട്ട് മനസ്സിലാകില്ലായിരുന്നു. അങ്ങനെ മുത്തശ്ശൻ രണ്ടുപേരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതറിഞ്ഞപ്പോൾ സ്നേഹത്തോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ച് അകത്ത് കയറ്റി ഇരുത്തുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന്, എന്തെങ്കിലും കേസിൻ്റെ ആവശ്യത്തിനെ പറ്റി പറയാനാണോ എന്നുള്ള രീതിയിലൊക്കെ കനകയും ഗോവിന്ദനും അവരോട് സംസാരിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇതിലേ വന്നപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ, വെറുതെ കയറിയതല്ല, കയറിയതിന് ഒരു നല്ല കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ സാർ, എന്താ കാര്യം? അത് പിന്നെ വേറൊന്നുമല്ല ഗോവിന്ദ, നവീൻ മോന് ഇവിടുത്തെ നന്ദുമോളെ ഒരുപാട് ഇഷ്ടമാണ്. വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് അവനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ വീട്ടുകാരോട് ചോദിച്ചിട്ട് ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് ഞാനാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ കനകയ്ക്കും ഗോവിന്ദനും ഒരുപാട് സന്തോഷമാണ്. കനക ചോദിക്കുന്നുണ്ട്, അതിന് നവീന് നന്ദുമോളോട് ഇഷ്ടമാണെന്ന് നിങ്ങളോട് പറഞ്ഞോ? ഇക്കാര്യത്തെപ്പറ്റി ഞങ്ങൾക്ക് നന്ദുമോൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചതെന്നൊക്കെ കനക പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, നവീന് ഒരുപാട് ഇഷ്ടമാണ് നന്ദുമോളെ. അത് ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വന്ന് ചോദിച്ചേനെ. എന്നാൽ ഇവക്ക് ചെറിയൊരു ഇഷ്ടക്കേടുണ്ടായിരുന്നുകൊണ്ടാണ് വരാഞ്ഞത്. അവളെപ്പോഴും പറഞ്ഞിരുന്നത് അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിൽക്കുന്ന ഒരു കുടുംബിനിയായ പെൺകുട്ടിയെ വേണം വിവാഹം കഴിക്കാനെന്ന്. എന്നാൽ നന്ദുമോൾ അങ്ങനെയല്ലല്ലോ, അവൾക്ക് ജോലിയുണ്ട്, അവൾ തെറ്റ് കണ്ടാൽ അതിർക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അതിനോടൊരു ചെറിയ മടിയുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറി, അവൾക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നവീൻ്റെ അമ്മയും പറയുന്നുണ്ട്, അതെ, അച്ഛൻ പറഞ്ഞത് ശരിയാ, എനിക്ക് നല്ല ഒതുക്കമുള്ള കുടുംബിനിയായ പെൺകുട്ടിയാണ് ഇഷ്ടം, നിങ്ങളുടെ നയനമോളെ പോലുള്ള പെൺകുട്ടിയെ. ഇപ്പോൾ പോലീസുകാരി അതേപോലെ വക്കീൽ എന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടികൾക്ക് ഇച്ചിരി സാമർത്ഥ്യം തൻ്റെ ഒക്കെ കൂടില്ലേ, അത് എനിക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. പിന്നെ മോൻ്റെ ഇഷ്ടം അതായതുകൊണ്ട് നമ്മൾ അവൻ്റെ ഇഷ്ടത്തിന് വേണേ മുൻതൂക്കം കൊടുക്കാൻ, അതുകൊണ്ടാണ് ഞാനിതിന് സമ്മതിച്ചത്. അപ്പോൾ കനക പറയുന്നുണ്ട്, അത് പിന്നെ നയനമോളെ പോലെ തന്നെ അടക്കം ഒതുക്കമുള്ള പെൺകുട്ടിയായിട്ട് തന്നെയാണ് നന്ദുമോളെ ഞങ്ങൾ വളർത്തിയത്. പിന്നെ അവൾക്ക് കരോട്ട അങ്ങനെയുള്ള കാര്യത്തിനോടൊക്കെ ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളതാണ്. തെറ്റ് കണ്ടാൽ അവളെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല, അവൾ അതിനെ എതിർക്കും. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലുള്ള അവളുടെ ആഗ്രഹമായിരുന്നു SI ആവുക എന്നുള്ളത്. അത് അവൾ നേടിയെടുക്കുകയും ചെയ്തു. അല്ലാതെ അവളൊരു പാവം പെൺകുട്ടിയാണ്. നയനമോളെ പോലൊക്കെ തന്നെ അടക്കം ഒതുക്കമുള്ള നല്ലൊരു പെൺകുട്ടി തന്നെയാണ് നന്ദുമോളും. അപ്പം നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ അവളുടെ സ്വഭാവം എന്തായാലും നവീന് നന്ദു മതിയെന്നാണ് പറയുന്നത്. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയാം, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും കുടുംബ മഹിമയെക്കുറിച്ചും ഒക്കെ. ഞങ്ങളെപ്പറ്റി നല്ലപോലെ അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ വന്നത്? നിങ്ങളുടെ കുടുംബത്തിന് ചേരുന്ന അത്ര തരാനുള്ള സാമ്പത്തികമൊന്നും ഇപ്പം ഞങ്ങൾക്കില്ല, ഒന്നും നന്ദുമുക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടുമില്ല. 3 പെൺമക്കളാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതിൽ 2 പേരിപ്പോൾ അനന്തപുരിയിലെ മരുമക്കളാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നന്ദുമോളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അധികം സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല. ഇപ്പോൾ നന്ദുകുട്ടന് ഒരു ജോലിയുണ്ട്.
അപ്പോൾ ആ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞങ്ങൾ അധികം സാമ്പത്തികമുള്ളിടത്തെ വീട്ടിലെ പെൺകുട്ടികളെ ഒന്നുമല്ല അന്വേഷിച്ചത്. ഞങ്ങളുടെ കുടുംബത്തിന് ചേർക്കാൻ പറ്റിയ നല്ലൊരു പെൺകുട്ടി, അടുക്കവും ഒതുക്കമുള്ള നല്ലൊരു പെൺകുട്ടി. ഇതിപ്പോൾ നവീന് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ വേറൊന്നും നോക്കിയില്ല. എന്തായാലും ഈ വിവാഹം നമുക്ക് ഉറപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ തമ്മിൽ കണ്ടിഷ്ടപ്പെട്ടതല്ലേ. അപ്പം കനക പറയുന്നുണ്ട്, ഇത്രയൊക്കെ ആയിട്ടും അവളൊരു വാക്കുപോലും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. മുത്തശ്ശൻ പറയാണ്, ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ, അവരൊന്നും അങ്ങനെ വിട്ടു പറയില്ല. ഇപ്പം നവീൻ തന്നെ അവസാന നിമിഷമാണ് പറഞ്ഞത് നന്ദുവിനെയാണ് ഇഷ്ടമെന്ന്. അത് നേരിട്ട് പോയി അന്വേഷിക്കാനും പെണ്ണ് തരുമെന്ന് ചോദിക്കാനും ഞങ്ങളെ പറഞ്ഞു വിട്ടതും. എന്തായാലും ഇത് നമുക്കങ്ങ് ഉറപ്പിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട്, അത് പിന്നെ മൂർത്തി സാറിനോടൊക്കെ ഒന്ന് ആലോചിക്കണം. വേണം, ഉറപ്പായിട്ടും മൂർത്തിയോട് പറഞ്ഞില്ലെങ്കിൽ കാര്യം ശരിയാവുമോ? എന്തായാലും മൂർത്തി ഇതിനൊരു എതിരഭിപ്രായം പറയില്ല. കാരണം നവീനെ പറ്റി മൂർത്തിക്ക് നന്നായി അറിയാം. ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുള്ളൊരു കുടുംബക്കാരാണ്. മാത്രവുമല്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കളുമാണ് എന്നിങ്ങനെ മുത്തശ്ശൻ പറയാണ്. അങ്ങനെ ഏകദേശമൊക്കെ വിവാഹം ഉറപ്പിച്ച മട്ടായി. അങ്ങനെ വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നന്ദു വീട്ടിലേക്ക് വരികയാണ്. നന്ദുവിൻ്റെ മനസ്സിൽ നല്ല ടെൻഷനൊക്കെ ഉണ്ട്. കയറി ചെല്ലുന്നതേ കനക, എടി അവിടെ നില്ലിടി, നിക്ക്, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ അമ്മേ, എന്താ കാര്യം? അല്ല, നീ ഇപ്പം പല കാര്യങ്ങളും വീട്ടിൽ പറയുന്നില്ല അല്ലേ? എന്ത് കാര്യം? ഞങ്ങൾ അറിഞ്ഞു. എന്താ അമ്മേ, എന്ത് കാര്യം അറിഞ്ഞെന്നായി പറയുന്നേ? ആഹാ, ഇപ്പം നിനക്ക് ഒന്നും അറിയത്തില്ലല്ലേ? ആ നവീനും നീയും തമ്മിൽ ഇഷ്ടത്തിലല്ലേ? നവീൻ്റെ അമ്മയും മുത്തച്ഛനും കൂടി ഇവിടെ വന്നിരുന്നു നിന്നെ പെണ്ണാലോചിക്കാനായിട്ട്. ഞങ്ങൾക്ക് അതിന് സമ്മതക്കുറവൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളത് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം നീ. അമ്പടി കള്ളി, ഞങ്ങളോർത്തു ഇപ്പോഴും നിന്റെ മനസ്സിൽ ആ അനിയായിരിക്കുമെന്ന്. എന്തായാലും നിന്റെ തീരുമാനം കൊള്ളാം. നവി നല്ലൊരു പയ്യനാണ്, നല്ല സ്വഭാവം. എന്തായാലും ഇന്ന് നടത്തണം. ഇനി ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അമ്മ എന്തായി പറയുന്നേ? എനിക്ക് ഈ വിവാഹം ഒന്നും വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പം കനക ചോദിക്കുകയാണ്, നീ എന്തൊക്കെയായി പറയുന്നേ? പല സമയത്തും പലത് പറയുന്നോ? നവീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം കല്യാണം വേണ്ടെന്നോ? നിനക്ക് എന്താ പറ്റിയേ? നീയും നവീനും തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടാണ് അവരിവിടെ വിവാഹം ആലോചിച്ച് വന്നത്. നിനക്ക് ഇഷ്ടമാണെന്ന് അവർ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഈ വിവാഹത്തിന് സമ്മതിച്ചതും. എന്തായാലും ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തു. ഇനി ഈ വിവാഹം നടന്നേ പറ്റുള്ളൂ. ഇതൊക്കെ കേട്ട് നന്ദു ആകെ വിഷമിച്ച് റൂമിലേക്ക് കയറി പോവാണ്. അങ്ങനെ നന്ദു നടന്ന കാര്യങ്ങളൊക്കെ അനിയെ വിളിച്ച് പറയുന്നുണ്ട്. അനി ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്താ നന്ദു ചെയ്യുന്നത്? എല്ലാം കൈവിട്ടു പോയല്ലോ. അങ്ങനെ ഈ വിവാഹം ഏകദേശം എല്ലാം ഉറപ്പിച്ച് കല്യാണം നടക്കും എന്നുള്ള ഉറപ്പിലെത്തുകയാണ്. മുത്തശ്ശനും നയനയും ആദർശും അങ്ങനെ എല്ലാവരും തന്നെ ഇതിന് നല്ല സപ്പോർട്ടാണ്. എന്നാൽ ഇതൊക്കെ കാണുന്ന ജലജയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല. ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്, ഒരു കാരണവശാലും നന്ദുവിനെ പോലുള്ളവൾ അത്രയും നല്ല കുടുംബത്തിൽ ചെന്ന് കയറാൻ പാടില്ല. നവീൻ്റെ വീട്ടുകാരുടെ അത്രയധികം സമ്പത്തുള്ളിടത്തോട്ടൊന്നും നന്ദു കയറി ചെല്ലരുത്, അവൾ അനുഭവിക്കണം എന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിൽ കരുതുകയാണ്. എന്തായാലും വിവാഹം നടക്കാൻ പാടില്ല. എൻ്റെ അവിയെ സ്റ്റേഷനിൽ കൊണ്ടിട്ട് തല്ലി ചതച്ചവൾ അവളുടെ വിവാഹം മുടങ്ങണം. എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കണം എന്നൊക്കെ ജലജ അബിയുടെ അടുക്കെ പറയുന്നുണ്ട്. അബി അതെന്തായാലും ഏറ്റുമേ, എങ്ങനെയും ഈ വിവാഹം മുടക്കണം. അപ്പം ജലജ പറയുന്നുണ്ട്, എന്തായാലും നവീൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ അവളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനിയുടെ നന്ദുവിൻ്റെ കാര്യത്തെപ്പറ്റി അങ്ങ് പറയാം. അവർ തമ്മിൽ കാണാറുള്ളതും ഒക്കെ ഭയങ്കര പ്രേമത്തിലാണെന്നുള്ള കാര്യം. അതുമാത്രമല്ല, അല്ലേ തന്നെ നന്ദുവിന് തൻ്റെ ഇടം കൂടുതലായതുകൊണ്ട് അവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ വലിയ സാധ്യതയൊന്നുമില്ല. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ഇപ്പോൾ ഉള്ള താല്പര്യം കൂടെ അങ്ങ് പോയിക്കോളും. അതോടുകൂടി കല്യാണം അങ്ങ് മുടങ്ങിക്കോളും എന്നിങ്ങനെ ജലജ പറയുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നവീന് ഒരു അവിഹിതമുണ്ട് എന്നും പറഞ്ഞ് കാശ് കൊടുത്തൊരു പെണ്ണിനെ ഇറക്കിയാലോ? ആദർശിൻ്റെ അരികെ പോയി ആ പെണ്ണ് കരഞ്ഞു പറയുമ്പോൾ ആദർശേട്ടൻ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കോളും, എങ്ങനെയെങ്കിലും ഇത് മുടക്കിക്കോളും എന്നൊക്കെ അഭിയും പറയുകയാണ്. അങ്ങനെ കല്യാണ ദിവസം അടുത്ത് വരികയാണ്. ആ സമയത്ത് ഒരു പെണ്ണ് ആദർശൻ്റെ അരികെ ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാനും നവീനുമായിട്ട് ഇന്നപോലെ ബന്ധമുണ്ടെന്നൊക്കെ. ആദ്യമൊന്നും ആദർശ് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഈ പെണ്ണിനെ ആട്ടിപ്പായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനു ശേഷം ആദർശിൻ്റെ മനസ്സിലും ഒരു വിഷമം ഉണ്ടാവുകയാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ നവീൻ്റെ അമ്മയോട് ജലജ വിളിച്ച് ഓരോന്നൊക്കെ പറയുന്നുണ്ട്.
നന്ദുവിൻ്റെ സ്വഭാവം ശരിയല്ല എന്നും അനിയുമായിട്ടുള്ള പ്രേമത്തെപ്പറ്റി അങ്ങനെ ഇല്ലാത്തതും കൊള്ളാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞതോടുകൂടി നവീൻ്റെ അമ്മ ഈ കല്യാണത്തിൽ നിന്ന് ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരിക്കുന്നില്ല. നടക്കില്ല, ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, അവളെ പോലൊരു പെണ്ണിനെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവർ തീർത്ത് പറയാണ്. അങ്ങനെ ഒരു പെണ്ണ് വന്ന് ആദർശിൻ്റെ അരികെ നവീനുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള പറഞ്ഞ കാര്യം കൂടെ കേട്ട് ആദർശ ആകപ്പാടെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. ഈ സമയത്ത് നവീൻ്റെ അമ്മ ഈ വിവാഹം നടക്കില്ല എന്നുള്ള വിവരം ആദർശിനെയൊക്കെ വിളിച്ച് അറിയിക്കുകയാണ്. ഈ സമയത്ത് നവീൻ ആദർശിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആദർശിന് ആകപ്പാട് ദേഷ്യത്തിൽ ആദർശ് അവനോട് ചൂടാവുന്നുണ്ട്. നിൻ്റെ അമ്മ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം, അതുപോലെ നിന്നെ അന്വേഷിച്ച് ഇവിടെ ഒരു പെണ്ണ് വന്നിരുന്നുവെന്നും അവൾ നീയുമായിട്ട് വിവാഹം സ്നേഹബന്ധത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ നവീനോട് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ഈ വിവാഹം നടക്കില്ല എന്ന് ആദർശ് നവീനോട് തീർത്ത് പറയുകയാണ്. അവിടെ അനിയാണെങ്കിൽ വിവാഹത്തിന് വന്ന് നല്ല വേഷമൊക്കെ ധരിച്ചിട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ നയനയ്ക്ക് ആകപ്പാടൊരു ടെൻഷൻ ആവുന്നുണ്ട്. ഇനി നന്ദുവും അനിയും കൂടെ തീരുമാനിച്ച് എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ നയനയ്ക്കുണ്ട്. അങ്ങനെ ഈ നവീനുമായിട്ടുള്ള വിവാഹ ബന്ധം മുടങ്ങി എന്നുള്ള ഒരു കാര്യം കനകയും ഗോവിന്ദനും അതുപോലെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ അറിയുകയാണ്. നന്ദുവിന് മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അനിയും റിലാക്സ് ആവുന്നുണ്ട്. ഈ സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ മുഹൂർത്ത സമയം അടുത്ത് വരുമ്പോൾ എല്ലാവരും നന്ദുവിനെ വിവാഹം മുടങ്ങിയതിൽ ഓരോന്നും പരസ്പരം കുറ്റങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നുണ്ട്. ഇത് കണ്ട് ആദർശ് അനിയും കൂട്ടിക്കൊണ്ടുവന്ന് മണ്ഡപത്തിലിരുത്തി നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിപ്പിക്കുന്നുണ്ട്. നിർബന്ധിച്ച് കനകയും ഗോവിന്ദനും എതിർക്കുന്നുണ്ടെങ്കിലും അതുപോലെ ജാനകിയും എതിർക്കുന്നുണ്ടെങ്കിലും ആദർശ് പറയുകയാണ്, അവൻ്റെ കഴുത്തിൽ നീ താലി കെട്ടിയാൽ മതി. ഇനി നന്ദു എനിക്കുള്ളതാണ്, മറ്റൊരാളും അതിനുവേണ്ടി വരണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് സ്നേഹിച്ചവരാണ് ഇവർ, ഇനി ഒന്നിച്ച് ജീവിക്കേണ്ടതും ഇവർ തന്നെയാണ് എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുകയാണ്.